ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കിവിടെ ഈദിൻ്റെ ഹോളിഡേ ആണേ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇന്നലെ പോയി ഇവിടുത്തെ ലോക്കൽ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും വരുന്ന ഗസ്റ്റിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കുമേ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ മുരിങ്ങയിലയുടെ പൊടിയിൽ നിന്നുണ്ടാക്കിയ ഒരു ടീ നമ്മൾ കുടിക്കും. ഞാനും ഇച്ചാനും കുടിക്കും രാവിലെ. അത് ഹെൽത്തിനും നല്ലതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണോ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലീനാക്കി വെച്ചു. അതിനുശേഷം ഐറൻ നമുക്ക് ബീൻസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബീൻസ് തലേദിവസം നമ്മൾ അത് വെള്ളത്തിലിട്ട് അതിനുശേഷം അത് കറി വെക്കാൻ വെച്ചു. പിന്നെ ഇച്ചാൻ ആണ് ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഐറൻ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ്, എല്ലാ ഐറനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ അവർ മസാലയൊന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഐറൻ പറഞ്ഞു കൊടുത്ത രീതി അനുസരിച്ച് ഇച്ചാൻ അത് കുക്ക് ചെയ്ത് ഞാൻ അവർക്കുള്ള സലാഡൊക്കെ ഉണ്ടാക്കുവാണേ, എല്ലാ വെജിറ്റബിൾസും ഇട്ട്. പക്ഷേ നമ്മൾ ഗ്രീൻ ചില്ലി മാത്രം ഇട്ടിട്ടില്ല. കാര്യം ഇവർക്ക് എരിവ് അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കി ബാക്കി വെജിറ്റബിൾസൊക്കെ ഇട്ട് തൈരൊക്കെ ഒഴിച്ച് നമ്മൾ സലാഡ് ഉണ്ടാക്കി. ആ സമയത്ത് ഐറിനും കുറേ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ് ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ വേറെ 1-2 വെജിറ്റബിളിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടാക്കി. ഇത് മാഗി ക്യൂബാണേ. ആ ഒരു മസാല മാത്രം ചിക്കനിലേക്ക് ചേർക്കും. കാര്യം ഇവർക്ക് മറ്റുള്ള ഫ്ലേവറുകളൊന്നും പറ്റില്ല. ശരിക്കും അവർ മസാലയൊന്നും ഉപയോഗിക്കത്തില്ല. അതാണ് ഇവിടെ ഉഗാണ്ടക്കാരും ഉപയോഗിക്കത്തില്ല. രാവിലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ തുടങ്ങിയോണ്ട് ഇടയ്ക്ക് പോയി ഞാൻ 1-2 പഴമൊക്കെ എടുത്ത് കഴിച്ച് എല്ലാം വിശപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കി അവർക്ക് വേണ്ടി. അത് നമ്മുടെ ബിരിയാണി റൈസ് അവർ കഴിക്കുവേ. പയറൊക്കെ നല്ലോണം വെന്ത് പാകമായി. ഇവരെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കി നിൽക്കുവാണ്. അതിനിടയ്ക്ക് ഞാൻ പിന്നെ പോയി കുറച്ച് ഇലകളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചീരയിലൊന്നുമല്ല, വേറൊരു രീതിയിലുള്ള ഇലയാണ്. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഐറിനോട് പറഞ്ഞു, ഐറിനെ ഞാനെന്നാൽ ഇലയൊക്കെ അരിഞ്ഞ് തരാം. അപ്പോൾ ഐറൻ അത് കുക്ക് ചെയ്താൽ മതിയല്ലോ. വളരെ ബുദ്ധിമുട്ടാണ് ഇല അരിയാനായിട്ട്. അപ്പോൾ ഞാനതൊക്കെ ചെയ്ത് കൊടുത്ത് അന്നേരത്തേക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ ഇങ്ങെത്തി. 5-6 പേരോളം ഉണ്ടായിരുന്നു. ഞാൻ വാട്ടർമെലണിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു അവർക്ക്. അപ്പോൾ ഇച്ചാൻ പോയി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ അരിഞ്ഞു കൊടുത്ത ഇലയെല്ലാം റെഡിയായി. സലാഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ക്യാബേജൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തായിരുന്നേ. ക്യാബേജ് എന്തോ ഒരു കറി പോലെ വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പ പുഴുങ്ങി. ഇവിടെ കപ്പ അവൈലബിൾ ആണല്ലോ, ഇവർ കഴിക്കുന്ന ആഹാരമാണ് കപ്പ. ചിക്കൻ കറി മസാലയൊന്നും ചേർത്തിട്ടില്ല, മാഗി ക്യൂബ് മാത്രം ചേർത്തുണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട്. പിന്നെ റൈസിൻ്റെ അകത്തും കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ബീൻസ് കറി. അങ്ങനെ അത്യാവശ്യം അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം റെഡിയായി. ഇത് പോഷയാണ്. അത് ഇവിടുത്തെ ഒരു മെയ്സ് ഫ്ലോർ ഉണ്ട്, അത് ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ട് കുഴച്ച് ആ വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ട് അത് വലിയൊരു പീസായിട്ടാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. ഉറച്ചിരിക്കും. അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അങ്ങനെ അവർക്ക് എടുക്കാൻ ഏറ്റവും സൗകര്യമായ രീതിയിൽ ആണ്. കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ വട്ടയപ്പമൊക്കെ പോലെ തന്നെയുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ഉപ്പ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇത് ബീൻസിൻ്റെ കൂടെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പോഷോ എന്ന് പറയും. ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ്. ഉഗാണ്ടയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പോഷോ. അപ്പോൾ അത് നമ്മുടെ ഇവിടെ എപ്പോഴും കാണും. കാര്യം ഐറിനെന്നും പോഷകം ആവശ്യമായതുകൊണ്ട് അതിൻ്റെ പൊടി നമ്മളെപ്പോഴും ഇവിടെ കരുതും. അപ്പോൾ പോഷകം എല്ലാം റെഡിയായി. അതെല്ലാം എടുത്ത് വെച്ച് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാൻ പോകും. എങ്കിലും ഞാൻ ഫുഡെല്ലാം എടുത്ത് വെച്ച് ഏകദേശം 1 മണി 1:30 ആയി. അപ്പോൾ ഓരോന്നും എടുത്ത് വെക്കുക. അവരെന്തൊക്കെയാണ് കഴിക്കണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓർഡർ അനുസരിച്ച് വെച്ചു. ഇവരങ്ങനെ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടേബിളിലെല്ലാം എടുത്ത് വെച്ച് അവർ വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ ഇവരുടെ ഒരു പാരമ്പര്യമായ ഒരു രീതിയാണ്. അവർ വാഷ് ബേസിനിലല്ല കൈ കഴുകുന്നത്. ഐറിൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി ഒരു ബേസൺ പിടിച്ചിട്ട് ആ ബേസണിലേക്കാണ് ഇവർ കൈ കഴുകുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളാണെങ്കിലും അവരുടെ വീടുകളിലോ അവർ ഏതെങ്കിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കും അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൈ കഴുകി ബേസിൻ്റെ അകത്താക്കി കൊണ്ടുപോകും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും അവർ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്നിടത്ത് മാത്രം ഇരുന്നാൽ മതി. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല.
അപ്പോൾ അവർ ഓരോ ഫുഡും നമ്മൾ അവരോട് പറയുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് അറിയേണ്ടത് എരിവുള്ള ഏതെങ്കിലും ഫുഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എരിവുള്ള ഫുഡുകളൊന്നും ഇല്ല, എല്ലാം നമ്മുടെ ഇവിടുത്തെ രീതിയിലനുസരിച്ച് ഐറിൻ പറഞ്ഞതനുസരിച്ചാണ് കുക്ക് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു ഞങ്ങൾ. അവർ എല്ലാ ഫുഡിൽ നിന്നും അല്പമായിട്ട് എടുത്തേ. അപ്പോൾ ഇച്ചേൻ ഓടി ചെല്ലുകയാണ്. നമ്മളിവിടെ രാവിലെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം അവരുടെ ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാര്യം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് വെച്ചിരുന്ന ബീഫ് കുറച്ച് തരട്ടെ എന്ന് ചോദിച്ചു. സ്പൈസിയാന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സന്തോഷമായി. അങ്ങനെ ഇച്ചേൻ കുറച്ച് ബീഫൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും കുറച്ച് കൊടുത്ത് നിങ്ങൾ കഴിക്കുമെങ്കിൽ വീണ്ടും തരാം എന്ന് പറഞ്ഞു. കാര്യം അവർ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ അവരെല്ലാം കുറച്ചെടുത്ത് കഴിച്ചേ. പിന്നെ നമുക്ക് ഇവിടെ ഉഗാണ്ടയിൽ നമ്മുടെ കൂടെയുള്ള ഈച്ചാൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഫാമിലി കുറച്ച് നാളുകളായിട്ട് ഉഗാണ്ടയിലുണ്ട്. അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിവിടെ മിഷണറി പ്രവർത്തനവുമായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അന്ന് അവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, നമ്മൾ അവരുടെ വീട്ടിലും പോവാറുണ്ട്. എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ എനിക്കും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈച്ച അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കഴിച്ചു. ഞാൻ കപ്പയാണ് കഴിച്ചത്, കപ്പയും സലാഡും ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. കാര്യം ചിക്കനൊന്നും എനിക്ക് പറ്റില്ല, കാര്യം നമ്മുടെ മസാല ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ഉപയോഗിക്കും. പക്ഷേ ഞാൻ കപ്പയും സലാഡും ഒക്കെ കൂട്ടി കഴിച്ച്. അപ്പോൾ ഈച്ചൻ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ വരാറുണ്ട്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ചേറെ സമയം അവരോടൊക്കെ സംസാരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിൻ്റെ വിശേഷം. കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങളൊക്കെ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.